ക്രൈം സീനിലെത്തി. കുട്ടിയുടെ അമ്മ പറഞ്ഞു, ഞാൻ കുറെ വർഷമായി ഈ പാർക്കിൽ വരുന്നുണ്ടെന്ന്. എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും അറിയാം. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ നേരത്ത് സ്ട്രേഞ്ചേഴ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. മെഹുൽ എന്നിട്ട് ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അമ്മൂമ്മ പറഞ്ഞു, മക്കളെ, വർഷങ്ങളായി എനിക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ അറിയാം. നമ്മളെന്നും കാണാറുണ്ട്. അവരാണിത് ചെയ്തതെന്ന് തോന്നുന്നില്ല. അമ്മ എന്നിട്ട് കഴിഞ്ഞ 3 വർഷത്തെ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാമോ മെഹുലിന് ആരെയാണ് സംശയം തോന്നിയതെന്ന്? ആലോചിക്കൂ. നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ. വരൂ, ഉത്തരം നോക്കാം. ബി ആണ്. 3 വർഷമായി ബിയുടെ കയ്യിൽ സ്ട്രോളർ ഉണ്ട്. ഇതുവരെ ഏറ്റവും ആളെ കുട്ടി വലുതായില്ലേ? ഒരു സൂവിൽ ഒരു മോഷണം നടന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ ഇൻവെസ്റ്റിഗേഷനായി വന്നു. സൂവിൽ ഒരു പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗ് മോഷണം പോയി. അവൾ എന്താണ് നടന്നതെന്ന് മെഹുലിനോട് പറഞ്ഞു. സൂവിന്റെ യൂണിഫോം ഇട്ട ഒരാൾ പിറകിൽ കൂടെ വന്നു ബാഗ് മോഷ്ടിച്ചു. അയാളുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല. മെഹുൽ സൂവിലെ സ്റ്റാഫുമാരെ വാച്ച് ചെയ്തു. ഇത് കണ്ടിട്ട് പറയാമോ ആരാണ് കള്ളനെന്ന്? ആലോചിക്കൂ. നിങ്ങൾ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ, ഉത്തരം നോക്കാം. ബി ആണ് കള്ളൻ. മാനുകൾ മീറ്റ് കഴിക്കാറില്ല. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇവിടെ 2 സ്ത്രീകൾ അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നു. അത് നിങ്ങൾ പറയൂ, ആ കുട്ടിയുടെ അമ്മ ഏതാണെന്ന്? സോഫിയ, ആര്യ. ആലോചിക്കും. നിങ്ങൾ ഉത്തരങ്ങൾ കമന്റായി പറയൂ. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുട്ടിയുടെ അമ്മയെ കാണാം. അപ്പോൾ ആര്യയാണ് കുട്ടിയുടെ അമ്മ. ദിവസം രാവിലെ മാർക്കിന്റെ റൂമിൽ നിന്ന് അവന്റെ ഡെഡ് ബോഡി കണ്ടെത്തി. അവന്റെ ഭാര്യ ഉടനെ ഡിറ്റക്റ്റീവ് മെഹുലിനെ അറിയിച്ചു. മെഹുൽ ക്രൈം സീനിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ റൂമിൽ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഞാൻ ഈ വിവരവും ആരെയും അറിയിച്ചിട്ടില്ല. ആ സമയം അവിടെ 2 പേരെ ഉണ്ടായിരുന്നു. മെഹുൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. ഗാർഡനർ പറഞ്ഞു, സാർ ഒരു വളരെ നല്ല ആളായിരുന്നു. നമ്മളെയൊക്കെ കെയർ ചെയ്യും. കുക്ക് പറഞ്ഞു, എനിക്ക് സാറിനെ പറ്റി അധികമൊന്നും അറിയുന്നുകൂടാ. സാറിന് ഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഇത് കേട്ടിട്ട് പറയാമോ ആരാണ് കള്ളം പറയുന്നതെന്ന്? ആലോചിക്കുന്നു. കമന്റ് രേഖപ്പെടുത്തൂ. എല്ലാരും വരൂ, ഉത്തരം നോക്കാം. ഗാർഡനർ പറഞ്ഞു, സാർ നല്ലൊരാളായിരുന്നു. അയാൾക്കെതിരെ മാർക്ക് മരിച്ചുവെന്ന്. മാർക്കിന്റെ ഭാര്യ പറഞ്ഞത് ആരെയും ഒന്നും അറിയിച്ചില്ലെന്ന്.